അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അകക്കണ്ണുകൊണ്ട് എന്നെ കാണുന്ന, മനസ്സുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുന്ന, ഞാനേറെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ചറബിൻ്റെ അപാരമായ ഒരു തൗഫീഖ് കൊണ്ടാണ് നിങ്ങളെ കാണാനും നിങ്ങളുമായി അല്പനേരം സമയം ചെലവഴിക്കാനും അവസരം ഒത്തിണങ്ങി വന്നിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പരിശ്രമത്തെ അവനിഷ്ടപ്പെട്ട കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്പം ദൂരെ നിന്നാണ് ഞാൻ വരുന്നത്. നിലമ്പൂരടുത്ത് എടവണ്ണയിൽ നിന്നാണ് നിങ്ങളോട് അല്പനേരം സംസാരിക്കാൻ വേണ്ടി ഇങ്ങോട്ടെത്തിയിരിക്കുന്നത്. ഞാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നെ പുറത്തൊരു വാഹനത്തിലേക്ക് ആക്കി തന്ന്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ വരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇല്ല, ഇനി പ്രോഗ്രാമിന് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാഹനത്തിലാക്കി നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിക്കണം എന്ന് അദ്ദേഹം എന്നോട് പറയുണ്ടായി. ഞാനിവിടെ എനിക്ക് വേണ്ടി വന്ന വാഹനത്തിൽ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ നിങ്ങളെ നോക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തരാനും ധാരാളം സഹോദരന്മാരും സഹോദരിമാരും എൻ്റെ സഹപ്രവർത്തകരും ഇവിടെ എല്ലാറ്റിനും റെഡിയായി നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. പറയട്ടെ? നമുക്ക് അള്ളാഹു ഭൗതികമായ എന്തെങ്കിലുമൊക്കെ പരിമിതികൾ തന്നിട്ടുണ്ടെങ്കിൽ ആ പരിമിതിയുടെ കുറവ് ഒരിക്കലും നമ്മളെ അറിയിക്കാത്ത വിധം നമ്മളെ പരിചരിക്കാൻ അള്ളാഹു ഭൂമിയിൽ തന്നെ കുറേ ആളുകളെ വെച്ചിട്ടുണ്ടാവുമെന്ന് എൻ്റെ മനസ്സെന്നോട് ഇങ്ങനെ പറയുണ്ടായി. ശരിയാണത്? അൽഹംദുലില്ലാഹ്. നബി ഒരിക്കൽ അബൂ ഹുറൈറ എന്ന് പേരുള്ള സ്വഹാബിയോട് പറഞ്ഞു, അബൂ ഹുറൈറ, നിനക്ക് ഞാൻ 5 ഉപദേശം തരാം. നബി അദ്ദേഹത്തിന് 5 ഉപദേശം കൊടുത്തു. അതിലവസാനത്തെ ഉപദേശം, വർദ ബിമാ ഖസ്സമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. പടച്ചറബ് നിനക്ക് എന്താണോ തന്നത് അത് മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ട് നീ സ്വീകരിക്കണം, എന്നാൽ ഭൂമിയിൽ ഏറ്റവും വലിയ പണക്കാരൻ നീയായിരിക്കും എന്നാണ് പറഞ്ഞത്. നോക്കൂ, ഒരുപാട് പണമുള്ള, സൗകര്യമുള്ള, വലിയ വലിയ വാഹനങ്ങളുള്ള, നിരവധി ബിസിനസ് സ്ഥാപനങ്ങളുള്ള ധാരാളം ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ സ്വസ്ഥമായി ഉറങ്ങിയിട്ട് കൊല്ലങ്ങളായി. അവരൊന്ന് മനസ്സറിഞ്ഞ് ചിരിച്ചിട്ട് കാലങ്ങളായി. അവർക്കവരുടെ ഭാര്യയും മക്കളും എല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു സന്തോഷമോ സമാധാനമോ ഒന്നും അവർക്ക് നേടാൻ പറ്റുന്നില്ല. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു ഹദീസ് വളരെ പ്രസക്തമാകുന്നത്. പടച്ചോൻ നമുക്ക് തന്ന ആരോഗ്യം, സ്നേഹനിധികളായ ഇണകൾ, നമ്മുടെ മക്കൾ, നമുക്കുള്ള ഭക്ഷണം, ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള വെള്ളം, എന്തെല്ലാമാണ് ഖുർആൻ പറഞ്ഞതുപോലെ വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹത്തെ നിങ്ങൾ എണ്ണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കതിന് എണ്ണം കിട്ടൂല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നതിനെക്കുറിച്ച് ഓർക്കാനും അതിൽ തൃപ്തിപ്പെടാനും നമുക്ക് പറ്റിയാൽ ഏറ്റവും വലിയ ധനികന്മാർ നമ്മളായിട്ട് മാറും.
മാത്രവുമല്ല, ഈ ലോകത്ത് അള്ളാഹ് നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഉണ്ട് കേട്ടോ, നമുക്ക് മാത്രമൊന്നുമല്ല. ഭൂമിയിൽ ജനിച്ചു വീണ മുഴുവൻ മനുഷ്യന്മാർക്കും പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യം ഒന്ന്, 10-60 കൊല്ലം കൊണ്ട് നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം കഴിയുമല്ലോ എന്നുള്ളതാണ്. അതിനപ്പുറത്ത് മരണമില്ലാത്ത കാലം സ്വർഗമുണ്ടല്ലോ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബിയുടെ ക്ലാസ്സിൽ ഒരാൾ വരാറുണ്ടായിരുന്നു. നബി ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയുടെ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കും, സ്വഹാബത്ത് നബിയുടെ ചുറ്റും ഇരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി അവർക്കിങ്ങനെ ഉപദേശം കൊടുക്കും, അവർ ഉപദേശങ്ങൾ കേൾക്കും. അപ്പോൾ ആ സദസ്സിൽ ഒരാളുണ്ടായിരുന്നു, അയാളുടെ കൂടെ ഒരു ചെറിയ കുഞ്ഞും ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാളെ ക്ലാസ്സിൽ കാണാണ്ടായി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുള്ള സ്വഹാബത്തിനോട് ചോദിച്ചു, അയാൾക്ക് എന്തു പറ്റി, അയാളെപ്പോൾ കാണുന്നില്ലല്ലോ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കുഞ്ഞിനെ, ചെറിയ കുഞ്ഞിനെ നിങ്ങൾ കാണാറില്ലേ, ആ കുട്ടി മരിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ക്ലാസ്സിലിരിക്കുമ്പോൾ ആ കുട്ടിനെ ഓർമ്മ വരികയാണ്, അതുകൊണ്ടാണ് ക്ലാസ്സിൽ വരാത്തത് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടി മരിച്ച ഈ സ്വഹാബിയുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, സുഹൃത്തേ, നിന്റെ കുട്ടി മരിക്കാതെ നിന്റെ കൂടെ വളർന്ന് വലുതായി യുവാവായി നിനക്ക് താങ്ങും തണലുമായി ജീവിക്കുന്നതാണോ നിനക്ക് സന്തോഷം? അതല്ല, ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടി മരിച്ച് സ്വർഗത്തിൻ്റെ മുന്നിൽ നിന്നെയും കാത്ത് നിൽക്കുന്നതാണോ നിനക്ക് സന്തോഷം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വഹാബി പറഞ്ഞു, നബിയെ, ഈ ദുനിയാവിൽ എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാളും എനിക്ക് സന്തോഷം എൻ്റെ കുട്ടി നാളെ സ്വർഗത്തിന് മുന്നിൽ എന്നെയും കാത്തു നിൽക്കണം. എന്നെ കാണുന്ന നിമിഷത്തിൽ അവൻ എൻ്റെ കൈയും പിടിച്ച് സ്വർഗത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകണം. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, എങ്കിൽ താങ്കൾ ദുഃഖിക്കണ്ട. കുഞ്ഞു മരിച്ച വേദനയിൽ താങ്കൾ മനസ്സിൽ ചിന്തിക്കേണ്ടത് സ്വർഗത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ കുട്ടിയെയാണ്. അത് അദ്ദേഹത്തിന് വലിയ സമാധാനമായി. ഇത് കേട്ടപ്പോൾ നബിയുടെ കൂടെയുള്ള സഹാബത്ത് ഒരുമിച്ച് ചോദിക്കുക, നബിയെ, ഈ ഓഫർ ഇയാൾക്ക് മാത്രമാണോ? അല്ല, ഞങ്ങളൊക്കെ മക്കൾ മരിച്ചാൽ ഞങ്ങളെ മക്കളും സ്വർഗത്തിൻ്റെ മുന്നിൽ ഞങ്ങളെ കാത്തു നിൽക്കുമോ? അപ്പം നമുക്ക് ഈ ലോകത്ത് എന്ത് നഷ്ടപ്പെട്ടാലും പകരം ഒരു സ്വർഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് ബത്തലല്ലാഹു അബ്ദൻ ഫീ ബസരിഹി ഫസബറ അബ്ദലഹുല്ലാഹു ബിഹി അൽ ജന്ന. അല്ലാഹ് ആർക്കെങ്കിലും അയാൾക്ക് പ്രിയപ്പെട്ട കാഴ്ച ശക്തിയെ എടുത്തു കളഞ്ഞുകൊണ്ട് അയാൾക്കൊരു പരിമിതി അല്ലാഹ് നൽകിയിട്ടുണ്ടെങ്കിൽ ഫസബറ, അയാൾ ക്ഷമിച്ചു, പടച്ചോന് കുറ്റം പറഞ്ഞില്ല, എന്തിനാ ഇപ്പം എന്നെ എങ്ങനെ ആക്കി, അതുകൊണ്ടല്ലോ ഇപ്പം ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടണേ, മറ്റുള്ളവർക്കൊന്നും ഈ ബുദ്ധിമുട്ടില്ലല്ലോ, എനിക്ക് മാത്രം എന്താ എങ്ങനെ തരാൻ കാരണം, ഇങ്ങനെയൊന്നും പഴിച്ചു പറയാതെ അല്ലാഹ് തന്നതിൽ തൃപ്തിപ്പെട്ട് ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബ്ദലഹുല്ലാഹു ബിഹിൽ ജന്ന, അല്ലാഹ് അവന് അത് കാരണത്താൽ സ്വർഗം പകരം കൊടുക്കും. അപ്പോൾ നാം അനുഭവിക്കുന്ന ഏതൊരു കാര്യത്തിനും, മാനസികമാകട്ടെ, ശാരീരികമാകട്ടെ, കുടുംബപരമാകട്ടെ, സാമൂഹികമാകട്ടെ, എന്തൊരു പ്രയാസത്തിനും ബുദ്ധിമുട്ടിനും നമുക്കുള്ള പ്രതീക്ഷ എന്താണ്? ഈ ദുനിയാവ് താൽക്കാലികമാണെന്നും മരിച്ചു ചെന്നാൽ എനിക്ക് സ്വർഗമുണ്ടല്ലോ എന്നുമാണ്. നമ്മുടെ നാട്ടിൽ നമ്മളെക്കാളും ബലഹീനരായ കുറേ ആൾക്കാരുണ്ട് അല്ലേ? ജന്മനാ ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ട്. 19 വയസ്സായിട്ടും കുട്ടികളെപ്പോലെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യന്മാർ അവരെ നോക്കിയിട്ട് എന്താ പറയുക? അവർ കളിയാക്കും, പലതും പറയും അല്ലേ? പക്ഷെ ഇവൻ ഇങ്ങനെ പടച്ചോനൊരു പരീക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ഒരു വിചാരണ പോലും ഇല്ലാതെ ഡയറക്റ്റ് സ്വർഗത്തിൽ കാണവൻ. അവൻ എത്ര ഭാഗ്യവാനാണ്, ആലോചിച്ച് നോക്കി. നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ജന്തുക്കൾക്ക് നമ്മളെപ്പോലെയുള്ള കാര്യങ്ങളുണ്ടോ? ഇല്ലല്ലോ. അവരങ്ങനെ തിന്നുന്നു, കുടിക്കുന്നു, ജീവിക്കുന്നു, മരിച്ചു പോകുന്നു.
എന്നല്ലാണ്ട് എന്താ ഉള്ളത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ജന്തുക്കളെ കാണുമ്പോൾ കരയുമായിരുന്നു. പക്ഷിയെ നോക്കിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയായിരുന്നു, ഈ എത്ര ഭാഗ്യവാനാണ്, അനക്ക് അള്ളാഹിൻ്റെ കോടതിയിൽ വിചാരണയും ശിക്ഷയൊന്നും ഇല്ലല്ലോ, ഇജ്ജ് ഭയങ്കര ഭാഗ്യവാനാണ് എന്ന് പറയുമായിരുന്നു. അപ്പോൾ ആളുകൾ ബലഹീനരായി കാണുന്ന, കുറവുള്ളവരായി കാണുന്ന ആളുകളൊക്കെ പരലോകത്ത് ഏറ്റവും ഉയർന്ന ദറജയിൽ സ്വർഗത്തിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരിക്കൽ ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീക്കുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അപസ്മാര രോഗിയാണ്. ആളുകൾ കൂടിയിരിക്കുന്നിടത്ത് പെട്ടെന്ന് വീഴും. അവിടെ കിടന്ന് പിടക്കുമ്പോൾ ഔറത്തൊക്കെ വെളിവാവും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ പെണ്ണിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ കരഞ്ഞുകൊണ്ട് ആ പെണ്ണ് വന്നിട്ട് ചോദിച്ചു, നബിയെ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കോ, ഈ രോഗം കൊണ്ട് ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ട് റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, വഇൻ ശിഅ്തി സബർതി ലക്കിൽ ജന്ന, നീ ക്ഷമിക്കാൻ തയ്യാറാണോ, നിനക്ക് അല്ലാഹു സ്വർഗം തരും ഈ രോഗം കൊണ്ട്. അല്ല, നിനക്ക് വേണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, ഒരു പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചാൽ ഈ രോഗം അല്ലാഹു മാറ്റിത്തരുകയും ചെയ്യും. ആ പെണ്ണ് പറഞ്ഞു, നബിയെ, എങ്കിൽ എൻ്റെ രോഗം മാറണ്ട, അവിടെ നിന്നോട്ടെ. എന്തേ? ഈ രോഗം എന്നെ സ്വർഗത്തിലെത്തിക്കും എന്ന് പറഞ്ഞപ്പോൾ. സുഹൃത്തുക്കളെ, സ്വർഗം അത്രയും വലുതാണ്. നമ്മളൊന്നും ഇതുവരെ തിന്നിട്ടില്ലാത്ത, ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, ഇതുവരെ ധരിച്ചിട്ടില്ലാത്ത, ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത, ഇതുവരെ നമ്മുടെ ഭാവനയിൽ നമ്മൾ കണ്ടിട്ട് പോലുമില്ലാത്ത ലോകമാണ് സ്വർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വർഗം കണ്ടു. നബി പറയാണ്, ഞാൻ സ്വർഗം കണ്ടു, അതിലൊരു മുന്തിരിക്കൊല ഞാൻ പറിച്ചിരുന്നെങ്കിൽ ലോകാവസാനം വരെ അത് കഴിക്കാനുണ്ടാവുമായിരുന്നു. സ്വർഗത്ത് കയറുമ്പോൾ തന്നെ അല്ലാഹ് പറയണ എന്താ പറയുക നിങ്ങൾക്ക്? സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സമാധാനത്തോടെ കയറിക്കോളൂ, നിങ്ങളാരും ഇനി സ്വർഗത്തുനിന്ന് പുറത്താക്കപ്പെടൂല. ഉദ്ഖുലൂഹാ ബിസലാം ദാലിക യൗമുൽ ഖുലൂദ് ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. ഉദ്ഖുലൂഹാ ബിസലാം, സമാധാനത്തോടെ കയറിക്കൊളീൻ. ഒന്നും പേടിക്കണ്ട, ഒരു ജന്തുവിനെ പേടിക്കണ്ട, ഒരു രോഗത്തെ പേടിക്കണ്ട, ഒരു വാർദ്ധക്യത്തെ പേടിക്കണ്ട, ഒരു നഷ്ടത്തെ പേടിക്കണ്ട, ഒരു മരണത്തെ പേടിക്കണ്ട, സമാധാനത്തോടെ കയറിക്കൊളീൻ. ദാലിക യൗമുൽ ഖുലൂദ്, ഇത് യൗമുൽ ഖുലൂദാണ്. എന്താ യൗമുൽ ഖുലൂദ്? നിത്യതയുടെ ലോകമാണ്, നിത്യവാസത്തിൻ്റെ സ്വർഗമാണ്. എന്താ സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടുന്നതാണ് സ്വർഗം. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം കിട്ടുന്നതാണ് സ്വർഗം. നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ ചോദിക്കുന്നതിലും കൂടുതൽ കിട്ടുന്നതാണ് സ്വർഗം. സ്വർഗത്ത് കയറിയ ഒരാൾക്ക് പിന്നെ ഒരു ദുഃഖമോ ഒരു സങ്കടമോ ഒരു വിഷമമോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹു എന്താണോ നമുക്ക് തന്നത് അതിൽ തൃപ്തിപ്പെട്ട് സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാനുള്ളതാണ്. അല്ലേ? നമുക്കൊക്കെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് അല്ലേ? പ്രായത്തിൻ്റെ പ്രയാസങ്ങളുണ്ട്, മറ്റു പല പ്രയാസങ്ങളുണ്ട്. ഈ ലോകം തന്നെയാണ് ജീവിതമെങ്കിൽ എന്തൊക്കെയറിയാം ജീവിതത്തിൻ്റെ അവസ്ഥ അല്ലേ? എന്തിനെ പടച്ചവന് ജീവിതം തന്നു? അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഐഷ ഇല്ലാ ഐശൽ ആഖിറ. ആഖിറത്തിലാണ് യഥാർത്ഥ ജീവിതം. ഇതൊരു തൽക്കാലം, മനസ്സിലായില്ലേ? ഭൂമിയുടെ 2/3 ഭാഗവും വെള്ളമാണ്, കടലാണ് അല്ലേ? കടലിൽ വിരൽ മുക്കിയിട്ട് മുകളിലേക്ക് എടുത്താൽ ആ വിരലും എത്ര വെള്ളം ഉണ്ടാവും? കടലിൽ ചൂണ്ടുവിരൽ മുക്കിയിട്ട് മുകളിലേക്ക് പൊക്കിയാൽ ആ വിരലിനകത്ത് എത്ര വെള്ളം ഉണ്ടാവും?
1 2 തുള്ളി അല്ലേ? എന്നാൽ കടലിൽ എത്ര വെള്ളം ഉണ്ടാവും? കണക്ക് പറയാനാകാത്ത വെള്ളമുണ്ട് അല്ലേ? നമ്മുടെ വിരലിൻ്റെ തുമ്പിലുള്ള ആ 2 തുള്ളി വെള്ളമാണ് ശരിക്കും നമ്മുടെ ദുനിയാവിലെ ആയുസ്. ബാക്കി കടലിലെ വെള്ളമാണ് പരലോകത്തെ നമ്മുടെ ആയുസ്. പരലോകത്തല്ല സ്വർഗക്കാരെ സ്വർഗത്തിലേക്കും നരകക്കാരെ നരകത്തിലേക്കും മാറ്റിയാൽ 2 കൂട്ടരെയും വിളിക്കും. എന്നിട്ട് പറയും, ദാ അങ്ങോട്ട് നോക്കൂ, ഇതെന്താണ്? എല്ലാവരും പറയും മരണമാണ്. മരണത്തെ ഒരു ആട്ടിൻകുട്ടിയുടെ രൂപത്തിൽ കൊണ്ടുവരും അല്ലാഹ്. എന്നിട്ട് മരണത്തെ അറുത്തിട്ട് ആളുകളോട് വിളിച്ചു പറയും, യാ അഹ്ലൽ ജന്ന ഖുലൂദുൻ ലാ മൗത്ത്, യാ അഹ്ലൻ നാർ ഖുലൂദുൻ ലാ മൗത്ത്. സ്വർഗക്കാരെ, ഇനി നിങ്ങൾ എന്നും സ്വർഗത്തിലാണ് കേട്ടോ, നിങ്ങൾ മരിക്കില്ല. നരകക്കാരെ, നിങ്ങൾ എന്നും നരകത്തിലാണ് കേട്ടോ, നിങ്ങൾ ഒരിക്കലും മരിക്കില്ല. ഈ അനൗൺസ്മെൻ്റ് കേൾക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് സന്തോഷത്തിൻ്റെ ആരവങ്ങൾ മുഴങ്ങിക്കേൾക്കും. ഈ അനൗൺസ്മെൻ്റ് കേൾക്കുമ്പോൾ നരകത്തിൽ നിന്ന് ആർത്ത് വിളിച്ച് കരഞ്ഞ് ആളുകൾ പരസ്പരം കുറ്റപ്പെടുത്തി ആളുകൾ മാനസികമായി പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. ജീവിതത്തിൽ നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രയാസമാണ് നരകം. അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെ നമുക്ക് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്ന് തോന്നും. കാരണം ദുനിയാവിൽ ഒരു നഷ്ടവും സംഭവിക്കാത്ത മനുഷ്യനെ നരകത്തിലേക്ക് ഒരു മുക്കി മുകളിലേക്ക് എടുത്തിട്ട് അള്ളാഹ് ചോദിക്കും, എന്തായിരുന്നു നിന്റെ ദുനിയാവിലെ അവസ്ഥ? അവന് ദുനിയാവിലൊരു കഷ്ടപ്പാടുണ്ടായില്ലായിരുന്നു. പക്ഷെ നരകത്തിൽ ഒരു മുക്കി മുകളിലേക്ക് എടുത്തിട്ട് ചോദിക്കൂ, ദുനിയാവ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ അവൻ പറയും, ദുനിയാവിൽ ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല പടച്ചോനെ. ഒറ്റ മുക്കുകൊണ്ട് ദുനിയാവിലെല്ലാം അവൻ മറന്നുപോയി. എന്നാൽ ദുനിയാവിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചപ്പോഴും അള്ളാനെ മറക്കാണ്ട് പടച്ചോനെ ചേർത്ത് പിടിച്ച് പടച്ചോനെ സ്നേഹിച്ച് പടച്ചോനുള്ള കടപ്പാടുകളൊക്കെ പാലിച്ച് ജീവിച്ച് സ്വർഗത്തിലെത്തിയ മനുഷ്യനെ അവനെ വിളിച്ചിട്ട് അള്ളാഹ് ചോദിക്കും, ദുനിയാവ് എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? പരിമിതികൾ കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടതും മറ്റുള്ളവർ കമൻ്റ് അടിച്ചപ്പോൾ നമ്മുടെ മനസ്സ് വേദനിച്ചതും അവിടെയും ഇവിടെയും ഒറ്റപ്പെട്ടു പോയപ്പോൾ നമ്മൾ ഭയന്നതും ഒക്കെ നമ്മൾ മറന്നിട്ടുണ്ടാവും. സ്വർഗത്തിൻ്റെ ഒറ്റ മുക്കി മുകളിലേക്ക് എടുക്കുമ്പോഴേക്ക് ദുനിയാവിലെ എല്ലാ പ്രയാസങ്ങളും നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. അതാണ് സ്വർഗം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന വ അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗക്കാരും നരകക്കാരും ഒരിക്കലും തുല്യരല്ല. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗം ലഭിക്കുന്നവരാരാണോ അവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ വിജയം വരിച്ച ആളുകൾ എന്നാണ്. അതുകൊണ്ട് ഇവിടം നമുക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ അങ്ങോട്ട് തീർന്നു പോവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പരിമിതികളെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. പടച്ചോൻ എനിക്ക് ഇങ്ങനെ തന്നു, അപ്പോൾ എന്ത് പറയണം? അൽഹംദുലില്ലാഹ്. പടച്ചോൻ നമുക്ക് എന്ത് തന്നാലും നമ്മൾ പറയേണ്ടത് അൽഹംദുലില്ലാഹ് എന്നാണ്. അബൂ ഖിലാബ എന്ന് പേരുള്ള ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം കാഴ്ചക്ക് പരിമിതിയുള്ള വ്യക്തിയായിരുന്നു. നടക്കാൻ 2 കാലുകളും ഇല്ലാത്ത ആളായിരുന്നു. ഒരിക്കലൊരാൾ അദ്ദേഹത്തിൻ്റെ ടെൻറ്റിൻ്റെ മുന്നിലൂടെ അങ്ങനെ പോകുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, നീ തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കുന്നവനാക്കി എന്നെ നീ മാറ്റണേ. ഇത് കേട്ട മനുഷ്യൻ ആ വീട്ടിനകത്തേക്ക് ടെൻറ്റിനകത്തേക്ക് കയറി നോക്കുമ്പോൾ 2 കാലുകളുമില്ല, കണ്ണിന് കാഴ്ചയുമില്ലാതെ കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ട് അത്ഭുതമൂറിയിട്ട് അദ്ദേഹം ചോദിച്ചു, താങ്കൾക്ക് എന്താണ് അല്ലാഹു തന്നത്? താങ്കൾ ഇങ്ങനെ പറയാൻ മാത്രം, പടച്ചോനെ നിനക്ക് നന്ദി കാണിക്കുന്നവനാക്കി എന്നെ നീ മാറ്റണേ എന്ന് പറയാൻ മാത്രം എന്താ പടച്ചോൻ നിങ്ങൾക്ക് തന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, അള്ളാഹുവിനെ ശുക്രെടുക്കാൻ, അള്ളാഹിനെ ദിക്റെടുക്കാൻ എനിക്ക് പടച്ചോനൊരു നാവ് തന്നില്ലേ, അൽഹംദുലില്ലാ. അദ്ദേഹം അത്ഭുതത്തോട് ചോദിച്ചു, നിങ്ങളെ നോക്കാൻ ആരുമില്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു മോനുണ്ട്, അവനാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തത്, കുറച്ച് ദിവസമായിട്ട് അവനെ കാണാനില്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഓനൊന്ന് തിരഞ്ഞു പോകണം പറഞ്ഞു. അങ്ങനെ തിരഞ്ഞു പോയി നോക്കുമ്പോൾ
ഈ കുട്ടിനെ അദ്ദേഹത്തിന് കാണാൻ പറ്റിയത് വളരെ അപകടകരമായൊരവസ്ഥയിലാണ്. ആ കുട്ടി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇയാൾക്ക് വിഷമിച്ചുകൊണ്ട് ഇദ്ദേഹം ഇയാളോട് എന്തു പറയുന്ന അറിയാണ്ട് ആകെ ഇടങ്ങാറായി. അവസാനം ഇയാളുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, യാക്കൂബ് നബിയെ അറിയിച്ചു. അറിയും പറഞ്ഞു. യാക്കൂബ് നബി താൻ ഏറെ സ്നേഹിച്ച കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ എന്താണ് പറഞ്ഞത്? അദ്ദേഹം ക്ഷമിച്ചു. എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹു എൻ്റെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും നിന്നിലേക്ക് ഉയർത്തുകയാണ് പഠിച്ചോനെ ഞാൻ. യാക്കൂബ് നബി അതാണ് പറഞ്ഞത്. അബൂ ഖിലാബയോട് ഇദ്ദേഹം പറഞ്ഞു, എങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് മരണപ്പെട്ട നിലയിൽ ചെന്നായ്ക്കളൊക്കെ കടിച്ചു കീറിയ കോലത്തിലാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്താ പറഞ്ഞറിയോ? അപ്പോഴും അദ്ദേഹം പറഞ്ഞത്, അൽഹംദുലില്ലാ, എൻ്റെ റബ്ബ് എനിക്ക് എന്ത് തന്നാലും തൃപ്തിയോടെ അല്ലാതെ ഞാൻ സ്വീകരിക്കൂല. നോക്കി, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമായിട്ടാണ് ജനിച്ചത്. പിന്നെ ഉമ്മയാണുള്ളത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഉമ്മയും മരിച്ചു. പിന്നെ അബ്ദുൽ മുത്തലിബ് വല്ലിപ്പ, കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. പിന്നെ അബൂ ത്വാലിബ് എളാപ്പ, കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. ഖദീജ ബീവിയും മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ ആൺമക്കളെല്ലാവരും മരിച്ചു. ഇബ്രാഹിം എന്ന കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ ഒരു സ്വഹാബി നബിനോട് ചോദിക്കുക, നബി നിങ്ങൾ കരയാണോ? മരിച്ചാൽ കരയാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കരയാ? അപ്പോൾ റസൂൽ അദ്ദേഹത്തോട് പറയാണ്, കണ്ണുകൾ നിറയും, മനസ്സ് പിടക്കും, എന്നാലും വമാ നഖൂൽ ഇല്ലാ മാ നർദാ റബ്ബുന, എൻ്റെ റബ്ബിനിഷ്ടമില്ലാത്തൊരു വാക്കും എൻ്റെ നാവെന്ന് ചാടൂല. അതെന്താണ്? അല്ല എന്ത് തന്നാലും അത് ആക്സെപ്റ്റ് ചെയ്യുക, അത് ഉൾക്കൊള്ളുക, അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുക, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ശുക്ർ കാണിക്കുക. നോക്കൂ, നമ്മുടെ മുന്നിൽ നടന്ന ഒരുപാട് നല്ല മനുഷ്യന്മാർ, അവർക്കൊരുപാട് ബലഹീനതകളുണ്ടായിരുന്നു. സഹാബത്തിൽപ്പെട്ട ധാരാളം ആളുകൾ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പിതാവ് അബൂ ഖുഹാഫ, കഅബ് ബിൻ മാലിക് അൽ അൻസാരി, ഖതാദ ബിൻ നുഅ്മാൻ, ബറാ ബിൻ ആസിബ്, സഅദ് ബിൻ അബി വഖാസ്, അബ്ദുല്ലാഹി ബിൻ അർഖം, വഅംർ ബിൻ ഉമ്മി മക്തൂം, വമാലിക് ബിൻ റബീഅ, ഇങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ കാഴ്ചക്ക് പരിമിതിയുള്ള ആളുകളായിരുന്നു. സഹാബത്തിനെ കണ്ട് ദീൻ പഠിച്ച് ഇസ്ലാമായി മരണപ്പെട്ടു പോയ താബിഈങ്ങൾ പണ്ഡിതന്മാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ ഏറ്റവും നല്ലവരെന്ന് പറഞ്ഞ ആൾക്കാരാണ്. അവരിലും ഒരുപാട് കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അവരെങ്ങനെ ജീവിതം കഴിച്ചുകൂട്ടി? അവർ നിരാശയിലും വേദനയിലും വിഷമത്തിലും ജീവിതം തള്ളി നീക്കിയില്ല. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമായി കണ്ടത് ഈമാനാണ്. ശരിയല്ലേ? അല്ലേ? ആരാ മരിച്ചപ്പോൾ ഇവിടെ പൈസ കൊണ്ടുപോയത്? ആരാ മരിച്ചപ്പോൾ അവരുടെ സാധന സാമഗ്രികൾ കൊണ്ടുപോയത്? നേരത്തെ എവിടുന്ന് പറഞ്ഞതുപോലെ മരിച്ചു പോകുമ്പോൾ എല്ലാവരും കൊണ്ടുപോകുന്നത് 3 തുണി മാത്രം. അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ചെതല് തിന്ന് തീർക്കും, അല്ലേ? അപ്പം ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഈമാനാണ്. ഒന്ന് വീഴാൻ പോകുമ്പോൾ അല്ലാ എന്ന് വിളിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവേ, നീയാണ് ഞങ്ങൾക്ക് നിന്റെ ദീനിലേക്ക് വെളിച്ചം നൽകിയത്. നീ ആ വെളിച്ചം തന്നില്ലായിരുന്നെങ്കിൽ, നീ ഹിദായത്ത് തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കുമായിരുന്നില്ലല്ലോ പടച്ചോനെ. അപ്പോൾ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായി കണ്ടത് ദീനാണ്, ഹിദായത്താണ്. എന്നിട്ടവർ അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ജീവിതത്തിന് സേവനം ചെയ്ത് ജീവിക്കുകയാണ് ചെയ്തത്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു നബിയുടെ കുടുംബക്കാരനായിരുന്നു അദ്ദേഹം. നോക്കൂ, ഒരു കാഴ്ച പരിമിതിയുള്ള ഒരാൾക്ക് അള്ള കൊടുത്ത സ്ഥാനം എത്രയേറെയോ. ഖുർആൻ്റെ അവസാനത്തെ ജുസ്ഇൽ നമ്മളൊക്കെ ഓതുന്ന സൂറത്ത് അബസ വതവല്ല, ബാക്കി എന്താ? അൻജാഅഹുൽ അഅ്മാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ പ്രമാണിമാർക്ക് പള്ളിയിലിരുന്ന് ദീന് പറഞ്ഞു കൊടുക്കുക. ഈ പ്രമാണിമാർ നന്നായാൽ എന്താ ഗുണം നിങ്ങൾക്ക്? ആ നാട് മൊത്തം നന്നാവും.
അപ്പം നബി അത്രയും അവരിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ മാത്രം കേട്ട് അവർക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ദൂരെ നിന്ന് അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഓടി വരുന്നത്. എന്താണ് അദ്ദേഹം ഓടി വരുമ്പോൾ പറയണത്? അല്ലിംനി ബിമാ അല്ലമകല്ലാഹ്, അല്ലിംനി ബിമാ അല്ലമകല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലേ, അള്ള നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഈ ദീനുൽ ഇസ്ലാം എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തന്നാലും. പഠിക്കാനുള്ള താല്പര്യത്തിൽ ഓടി വരികയാണ്. ആര്? അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകട്ടെ, ഈ പ്രമാണിമാർ ദീന് കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവരിലേക്ക് തന്നെ ശ്രദ്ധിച്ചു പോയി. നബി മുഖം തിരിച്ചാലും മുഖം കോട്ടിയാലും അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിനെ ബാധിക്കൂല. കാരണം മുഖം തിരിക്കുന്നതും മുഖം കോട്ടുന്നതൊന്നും അദ്ദേഹം കാണുന്നില്ലല്ലോ. എന്നിരുന്നാലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പോലും ചെയ്യരുതായിരുന്നു. നല്ലൊരു ഉദ്ദേശത്തിലാണ് നബി മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞത് എങ്കിൽ പോലും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗുണദോഷിക്കുകയാണ്. എന്നിട്ട് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു പുകഴ്ത്താണ്, അല്ലേ? പുകഴ്ത്താണ്. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റാ അമ്മാ മൻ ഇസ്തഗ്നാ ഫഅൻത ലഹു തസദ്ദാ വമാ അലൈക അല്ലാ യസ്സക്കാ വഅമ്മാ മൻ ജാഅക യസ്ആ വഹുവ യഖ്ശാ. അതാണ് കണ്ണു കാണാത്ത സ്വഹാബി ഓടി വന്നപ്പോൾ നബിയെ, താങ്കൾ മുഖം തിരിച്ചുവോ, മുഖം കോട്ടിയോ? വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ, താങ്കൾക്കറിയുമോ ആരാണ് നന്നാവുക, ആരാണ് കേടുവരാന്ന്? അതൊക്കെ അള്ളാഹിൻ്റെ അടുത്തുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മു മക്തൂമിനെ കുറിച്ച് പറയാണ്, വഅമ്മാ മൻ ജാഅക യസ്ആ, അദ്ദേഹം താല്പര്യത്തോടെ ഓടി വന്നിരിക്കുകയാണ്. വഹുവ യഖ്ശാ, അദ്ദേഹം അള്ളാഹുവിനെ അങ്ങേയറ്റം ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആരെ സർട്ടിഫിക്കറ്റ്? അള്ളാഹുവിൻ്റെ സർട്ടിഫിക്കറ്റ്. യഖ്ശാ, ഖശിയത്ത് എന്ന് പറഞ്ഞാൽ പേടിയാണ്. ഈ പേടി എങ്ങനെ ഉണ്ടാവുക? അള്ളാഹിനെ ശരിക്കും മനസ്സിലാക്കി അറിഞ്ഞ് ഉൾക്കൊണ്ട് വിശ്വസിക്കുന്ന ഒരാൾക്ക് അള്ളാഹിൻ്റെ സ്ഥാനത്തിൽ, അവൻ്റെ മഹത്വത്തിൽ, അവൻ്റെ വലിപ്പം, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകുന്ന ഒരു പേടി, അതിനാ ഖശിയത്ത് എന്ന് പറയാം. അല്ലെ, വലിയ വലിയ ആൾക്കാരെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ കുടിയിലുള്ള ആൾക്കാരെ, വീട്ടിലുള്ള ആൾക്കാരെ മുമ്പിൽ നിൽക്കണോ നിൽക്കുമോ? ഇല്ലല്ലോ. ഒക്കെ വലിയ വലിയ ആൾക്കാരാണ് നിലനിൽക്കല്ലേ. അള്ളാഹുവാണ് അക്ബർ. അവനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അവൻ്റെ വലിപ്പവും സ്ഥാനവും മഹത്വവും ഉൾക്കൊണ്ടാൽ ഉണ്ടാകുന്നതാണ് ഖശിയത്ത്, ഭയം. അതുള്ള വ്യക്തിയാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അദ്ദേഹം പള്ളി തന്നെയായിരുന്നു അധിക സമയം. നബിയുടെ മുഅദ്ദിനായിരുന്നു. ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യുമായിരുന്നു. ഖുർആൻ ഹിഫ്ളാക്കിയിരുന്നു. മക്ക വിട്ട് മദീനയിലേക്ക് സഹാബത്ത് ഹിജ്റ പോയപ്പോൾ, എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ പരിമിതിയുള്ള ആളാണ്, മറ്റുള്ളവർ പോകണമെന്നും നോക്കിയിട്ട് കാര്യമല്ല, എനിക്കിപ്പോൾ എങ്ങനെ പറ്റുക എന്ന് ചോദിച്ച് അദ്ദേഹം നിന്നില്ല. ആദർശത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മക്ക വിട്ട് മദീനയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും കരഞ്ഞുകൊണ്ട് മക്കയോട് വിട പറഞ്ഞിട്ട് മദീനയിലേക്ക് പോയ സമയം അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഹിജ്റക്ക് പോയി. മാത്രവുമല്ല, ബദറും മുഹുദും നിരവധി യുദ്ധങ്ങൾക്ക് അതിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ നേട്ടങ്ങളും ഒക്കെ റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് യുദ്ധത്തിലേക്ക് ആളുകൾ പോകുമ്പോൾ അദ്ദേഹത്തിന് സങ്കടമായിരുന്നു. ഖുർആനിൽ ആയത്തിറങ്ങി, ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുജാഹിദീന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നവരും അത് ചെയ്യാതെ അടങ്ങിയിരിക്കുന്നവർ തുല്യമല്ല, മറിച്ച് അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടുന്നവരാണ് ഏറ്റവും അജ്റും, അവർക്കാണ് ഏറ്റവും വലിയ ഫദ്ലുമുള്ളത് എന്ന ആയത്തിറങ്ങിയപ്പോൾ കരഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കെ വന്ന് എന്നിട്ട് നബിയോട് പ്രയാസം, ബുദ്ധിമുട്ട് പറഞ്ഞു. അപ്പോഴാണ് ആ ആയത്തിൽ ഉലിൽ ലറർ,
ബുദ്ധിമുട്ട് കാരണം മാറി നിൽക്കുന്നവർ ഒഴികെ എന്ന പദം അവതരിച്ചത്. ആ പദം ആർക്ക് വേണ്ടി ഇറങ്ങിയതാ? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. അപ്പോൾ ബുദ്ധിമുട്ടുകൾ കാരണത്താൽ ഇരിക്കുന്നവരെ മാറ്റി നിർത്താം എന്ന ആയത്തിറങ്ങാൻ കാരണം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമാണ്. പക്ഷെ അദ്ദേഹം ചിന്തിച്ചില്ല, എനിക്ക് ഇളവ് തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പോണ്ട എന്ന് ചിന്തിച്ചില്ല. മറിച്ച് അദ്ദേഹം യുദ്ധത്തിന് പോകാൻ അനുവാദം ചോദിച്ചു. താങ്കൾ എങ്ങനെ യുദ്ധം ചെയ്യുമെന്ന ചോദ്യത്തിനുള്ള മറുപടി അദ്ദേഹം കൊടുത്തത് എന്താ അറിയുങ്ങൾ? നിങ്ങൾക്ക് ശത്രുവിനെ കാണാം, ശത്രുവിൻ്റെ ആയുധവും അയാളുടെ മുഖത്തെ ക്ഷൗര്യവും അയാൾ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ കാഴ്ചയുള്ളവർ പേടിക്കും അല്ലേ? എന്നാൽ എനിക്കതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ധൈര്യമായിട്ട് യുദ്ധക്കളത്ത് നിൽക്കാം, ശത്രുവുമായിട്ട് ധൈര്യത്തോടുകൂടെ പോരാടാം എന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. യുദ്ധാനന്തരം അദ്ദേഹം മരണപ്പെടുകയും ഉണ്ടായി. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅദ്ദിനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബിലാലൻ യുഅദ്ദൻ ബില്ലൈൽ ഫകുലു വശ്റബു ഹത്താ യുനാദി ഇബ്നു ഉമ്മി മക്തൂം. ബിലാൽ ബാങ്ക് വിളിച്ചാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, അത്താഴം കഴിക്കാൻ. ഉമ്മു മക്തൂം ബാങ്ക് വിളിക്കുന്നവരെ, ബിലാൽ ബാങ്ക് വിളിക്കണം എന്തിനാ? പൊലച്ച അറിയിക്കാൻ വേണ്ടിയാണ്. ഉമ്മു മക്തൂം ബാങ്ക് വിളിക്കുന്നത് സുബഹിൻ്റെ ബാങ്കാണ്. അതുകൊണ്ട് ബിലാൽ ബാങ്ക് വിളിച്ചാൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചു തുടങ്ങുക. മക്തൂം ഇബ്നു ഉമ്മി മക്തൂം ബാങ്ക് വിളിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ തീറ്റ നിർത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, ഒരു പരിമിതിയായിട്ടേ കണ്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ മാഷ് പറഞ്ഞല്ലോ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനോട് ചോദിക്കുമായിരുന്നു, എന്തെങ്കിലും ആവശ്യമുണ്ടോ? അതെന്നാ നിങ്ങൾക്ക്? അദ്ദേഹത്തിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ തിരുത്തിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി അല്ലാഹ് എത്രത്തോളമാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം എന്ന വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിൽ പിന്നീട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പരിഗണിക്കുമായിരുന്നു. മക്കയിൽ പ്രവാചകന്റെ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പകരക്കാരനായി നിശ്ചയിച്ചത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ ആയിരുന്നു. മദീനയിലും റസൂലുള്ള യാത്രയിലായിരിക്കുമ്പോൾ പള്ളിയുമായി ബന്ധപ്പെട്ട ചുമതലകളും എല്ലാം ഏൽപ്പിച്ചിരുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. അപ്പോൾ എന്തു മനസ്സിലാക്കണം? നബിയോ സ്വഹാബത്തോ ഇതൊരു പരിമിതിയായി കണ്ടവരെ മാറ്റി നിർത്തിയില്ല. അവരും തന്നെ ഞാനൊരു കാഴ്ച പരിമിതിയുള്ളവനാണ്, എന്നെ ഒന്നിനും പറ്റില്ല, ഞാൻ ഒതുങ്ങിക്കൂടേണ്ടവനാണ് എന്ന് ചിന്തിക്കാതെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിലപ്പുറം അവരെല്ലാവരും ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് സ്വഹാബത്തിൻ്റെ ചരിത്രമെങ്കിൽ താബിഈകളുടെ ചരിത്രവും ഇങ്ങനെ തന്നെയാണ്. ഹദീസ് പണ്ഡിതന്മാരുടെ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഒരു താബിഈ പണ്ഡിതനുണ്ട്, ഖതാദ ഇബ്നു ദഅാമ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ക്ലാസ്സിലിരിക്കും, എഴുതിയെടുക്കൂല, ഫുള്ള് കേൾക്കും. അദ്ദേഹം കേൾക്കുന്നതെല്ലാം അദ്ദേഹത്തിന് ബൈഹാട്ടായിരുന്നു. ഒരിക്കൽ സഈദ് ഇബ്നു മുസയ്യബ് റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ എഴുതിയെടുക്കാതിരുന്നാൽ പിന്നെ നിങ്ങൾ പഠിച്ച ഹദീസൊക്കെ നിങ്ങൾ മറന്നുപോലെ. സഈദ് ഇബ്നു മുസയ്യബിനോട് ഖതാദ റഹിമഹുല്ലാഹ് ചോദിച്ചു, താങ്കൾക്ക് ഏത് ഹദീസാണ് അറിയേണ്ടത്? അങ്ങനെ ഒറ്റയിരിപ്പിൽ ഖതാദ റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ് അദ്ദേഹം മനപ്പാഠമാക്കിയ ഹദീസുകളിൽ നിന്ന് ധാരാളം ഹദീസുകൾ തെറ്റുകൂടാതെ പറഞ്ഞു എന്നാണ്. ഇറാഖിലും കൂഫയിലുമുള്ള പണ്ഡിതന്മാരൊക്കെ പറയുമായിരുന്നു, ഹിഫ്ലിൽ ഒരാൾ ഖതാദ റഹിമഹുല്ലയെ പോലെ ആകണം. ആരായിരുന്നു അദ്ദേഹം? കാഴ്ച പരിമിതിയുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് പറഞ്ഞത്, ചെറുപ്പകാലത്തെ മനപ്പാഠം കല്ലിൽ കൊത്തിവെച്ച പോലെയാണ് ഉണ്ടാവുക. അദ്ദേഹം എന്തിലാണ് ആസ്വാദനം കണ്ടെത്തിയത്? ദീന് പഠിക്കുന്നതിലും അത് പ്രവർത്തിക്കുന്നതിലുമാണ്. നോക്കി, സാധാ ദിവസത്തിൽ ഒരാഴ്ച കൊണ്ട് ഖുർആൻ ഫുള്ള് ഓതും അത്രേ. ഒരാഴ്ച കൊണ്ട്. റമദാനിലായിരിക്കുമ്പോൾ 3 ദിവസം കൊണ്ട് ഖുർആൻ ഫുള്ള് ഓതും റമദാനിൽ. സാധാ ദിവസമാകുമ്പോൾ 7 ദിവസം കൊണ്ട്
ഖുർആൻ ഫുൾ ഓതും. ഇനി റമദാനിലെ അവസാനത്തെ 10 ഖതാദ റഹിമഹുല്ല അവസാനത്തെ 10 ഓരോ ദിവസവും ഓരോ തവണ ഖുർആൻ ഓതും. അദ്ദേഹം ആസ്വാദനം കണ്ടെത്തിയത് ഖുർആൻ പാരായണത്തിലായിരുന്നു. ഖുർആൻ്റെ അർത്ഥം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാലേ നമുക്ക് ഭയങ്കര സമാധാനവും സന്തോഷവും ഉണ്ടാവും അല്ലേ? ബൽ തുസിറൂനൽ ഹയാത്തിദ് ദുനിയ വൽ ആഖിറതു ഖൈറു വഅബ്ഖാ ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വമൂസാ. ബൽ തുസിറൂനൽ ഹയാത്തിദ് ദുനിയ, നിങ്ങളെ ടെൻഷനും നിങ്ങളെ സങ്കടവും നിങ്ങളെ പരാതിയും ഈ ദുനിയാവിനെ കുറിച്ചാണ്. എന്നാലേ വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, വെറുതെ ദുനിയാവിനെ കുറിച്ച് ആലോചിച്ച് എൻ്റെ സമയം കളയണ്ട. ആഖിറത്താണ് ഏറ്റവും നല്ലതും എന്നെന്നും ബാക്കിയാകുന്നതും. അതിനെക്കുറിച്ച് ആലോചിച്ചോ. ഖുർആൻ്റെ അർത്ഥവും ആശയം നമുക്ക് അറിയെങ്കിൽ ഭയങ്കര ആസ്വാദനമായിരിക്കും അല്ലേ? അത് പഠിക്കാനാണ് പീസ് റേഡിയോ മറ്റ് സംവിധാനങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പം നമ്മുടെ മുൻഗാമികൾക്കൊക്കെ ഇതുപോലത്തെ ബലഹീനതകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ പരിമിതികൾ ഉണ്ടായിട്ട് അവർ അതിൽ സങ്കടപ്പെട്ട് വിഷമിച്ച് ഇല്ലാണ്ടായിരിക്കല്ല ചെയ്തത്. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവനാണ് ഞാൻ എന്ന നിലക്കല്ല അവർ നിന്നത്, മറിച്ച് അവരൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ നിന്നു. നോക്കൂ, അതാ ഇബ്നു അബി റബാഹ് തബഈ പണ്ഡിതനാണ്, കുറിയ മനുഷ്യനാണ്. ഇരിക്കുന്നവരോടൊപ്പം അദ്ദേഹം നിന്നാൽ ഇരിക്കുന്നവർക്കായിരിക്കും കൂടുതൽ ഹൈറ്റ്. അത്രയും ചെറിയ മനുഷ്യനായിരുന്നു, കറുത്ത ശരീരമായിരുന്നു, കാഴ്ച പരിമിതനായിരുന്നു, മുടന്തുള്ള കാലായിരുന്നു, ശരീരത്തിൻ്റെ പല ഭാഗവും തളർന്ന അവസ്ഥയിലായിരുന്നു, പരന്ന മൂക്കും ഉയരം കുറഞ്ഞ ബോഡിയുമായിരുന്നു. ഒരിക്കൽ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹു മഅതിഖ് റിഖാബി മിനന്നാർ, അള്ളാഹു എൻ്റെ പെരടിയെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ കൂട്ടുകാരൊക്കെ ചിരിച്ചിട്ട് കളിയാക്കി. അതിനെനിക്കവിടെ പെരടി ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ബോഡിയും കഴുത്തും ഒട്ടിയ പോലെ ആയിരുന്നു അതിന്. കൂട്ടുകാരൊക്കെ കളിയാക്കി. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. കരഞ്ഞിട്ട് അദ്ദേഹം വീട്ടിലേക്ക് ഓടി. ഉമ്മയുടെ മടിയിൽ കിടന്ന് അദ്ദേഹം കരഞ്ഞു. ഉമ്മ ഈ കുട്ടിയുടെ തലമുടിയിലൂടെ കൈകൾ തലോടിയിട്ട് പറഞ്ഞു, മോനെ നീ അള്ളാഹുവിൻ്റെ ദീന് പഠിക്ക്, നീ അള്ളാഹുവിൻ്റെ ദീന് പഠിക്ക്. ഭരണാധികാരികൾ നിന്നെ ആദരിക്കും, സമൂഹം നിനക്ക് കീഴ്പ്പെടും. അങ്ങനെ അദ്ദേഹം ആഫ്രിക്കയിൽ നിന്ന് മക്കയിലേക്ക്, പരിശുദ്ധ മക്കയിലേക്ക് ദീന് പഠിക്കാൻ വേണ്ടി വരികയാണ്. പ്രസിദ്ധനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചകത്ത് കൊട്ടിയിട്ട് അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, ഇബ്നു അബ്ബാസിന് ദീനിൽ അഗാധ പാണ്ഡിത്യം കൊടുക്കണേ എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സഹാബത്തിൻ്റെ കൂട്ടത്തിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ പണ്ഡിതനായി മാറിയ റഈസുൽ മുഫസ്സിരീൻ, ഈ ഉമ്മത്തിൻ്റെ പണ്ഡിതൻ എന്ന് പരിചയപ്പെടുത്തിയ ഇബ്നു അബ്ബാസിൻ്റെ കീഴിൽ അദ്ദേഹം 30 കൊല്ലം ദീൻ പഠിച്ചു. 30 കൊല്ലം. ഒരുപാട് പരിമിതികളുള്ള അദ്ദേഹം ദീന് പഠിച്ചു, ലോകം കണ്ട മഹാപണ്ഡിതനായി. പിൽക്കാലത്ത് ഹജ്ജിൻ്റെ സീസണൊക്കെ വരുമ്പോൾ ആളുകൾക്ക് ഫത്വ ചോദിക്കണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അടുക്കലാണ് വരണ്ടേ. ആ രാജ്യത്ത്, ആ നാട്ടിൽ ഉമവികൾ രാജ്യം ഭരിക്കുന്ന കാലത്ത് ആർക്കെങ്കിലും ഹജ്ജിൽ സംശയമുണ്ടെങ്കിൽ ഒറ്റ ആളോടെ സംശയം ചോദിക്കാൻ പറ്റുള്ളൂ. അത് അതാ ഇബ്നു അബി റബാഹ് എന്ന ആ കുറിയ മനുഷ്യൻ്റെ അടുക്കലായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ചെറ്റക്കുടിലിൽ രാജാവിൻ്റെ ഒരു ദൂതൻ വന്നു. എന്നിട്ട് പറഞ്ഞു, രാജാവിന് സംശയമുണ്ട്, അതുകൊണ്ട് നിങ്ങളെ കൊട്ടാരത്തേക്ക് വിളിക്കേണ്ടി പറഞ്ഞു. അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, രാജാവിൻ്റെ സംശയം തീർക്കാൻ രാജാവ് ഇങ്ങോട്ട് വരണം. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ഇങ്ങോട്ട് വരണം. അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലയുടെ സവിധത്തിലേക്ക് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി വന്നു. അദ്ദേഹത്തിൻ്റെ സംശയം തീർത്തു, തിരിച്ചുപോയി. നോക്കി, എത്ര വലിയ ഉന്നതങ്ങളിലേക്കാണ്. കാഴ്ചക്ക് ഭംഗിയില്ലാത്ത കുറിയ മനുഷ്യനാണെങ്കിൽ പോലും, പരിമിതിയുള്ള ആളാണെങ്കിൽ പോലും, മറ്റുള്ളവരുടെ കാഴ്ചയിൽ തളർന്നുപോയ കാലിന് മുടന്തുള്ള മനുഷ്യനാണെങ്കിലും
അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഇൽമു കൊണ്ട് ഉയർത്തി. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ ഖുർആനി വയദഉ ബിഹി ആഖരീൻ. അള്ളാഹ് ഈ ഖുർആൻ കൊണ്ട് ചില ആളുകളെ ഉയർത്തും. സുബ്ഹാനല്ലാഹ്. യൂട്യൂബിൽ ഞാൻ കണ്ടൊരു വീഡിയോ, ഒരു കുട്ടിയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് കാഴ്ച ശക്തി തിരിച്ചു കിട്ടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടിയാൽ ആദ്യം എന്ത് കാണാനാണ് നീ ആഗ്രഹിക്കുന്നത്? എന്തായിരിക്കും ഒരു കുട്ടി ആദ്യം കാണാൻ ആഗ്രഹിക്കുക? ഉമ്മനല്ലേ, ഉപ്പനല്ലേ അല്ലേ? ഈ കുട്ടി പറഞ്ഞത്, എനിക്ക് ഖുർആൻ കാണണം. എൻ്റെ പടച്ചോൻ്റെ കലാമായ ഖുർആൻ, ഞാനത് മുഴുവൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്, എനിക്ക് ആ ഖുർആനൊന്ന് കാണണമെന്നാണ് ആ കുട്ടി പറഞ്ഞത്. നോക്കൂ, സ്വന്തം കുടുംബത്തെക്കാളും സ്വന്തം സമ്പത്തിനേക്കാളും സ്വന്തം സൗകര്യത്തെക്കാളും അള്ളാഹുവിനെ സ്നേഹിച്ച്, അള്ളാഹിൻ്റെ കലാമിനെ സ്നേഹിച്ച്, അള്ളാഹുവിൻ്റെ വാക്കുകൾ മനഃപ്പാഠമാക്കി അതിൽ ആസ്വാദനം കണ്ടെത്തി ജീവിക്കുന്നവർക്ക് നഷ്ടങ്ങളുണ്ടോ? അവർക്ക് നഷ്ടങ്ങളില്ല. അവർ സമാധാനത്തിൻ്റെ ലോകത്താണ്. മലീമസമായ കാഴ്ചകളില്ലാതെ ഖുർആനിൻ്റെ വചനങ്ങൾ മനസ്സ് നിറയെ. നേരത്തെ നമ്മളെ സുഹൃത്ത് പറഞ്ഞല്ലേ, പാട്ടും സംഗീതമൊക്കെ പഠിച്ചിട്ട് മനസ്സിക്ക് ഖുർആൻ കയറണില്ല. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹ് ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞൊരു ആയത്താണ്. എന്താ നിങ്ങൾ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആൻ എളുപ്പമാണ്. ഈ ഖുർആനെ എളുപ്പമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അത് പഠിക്കാൻ പറ്റും. അത് പഠിച്ച് അതിൻ്റെ ആസ്വാദനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അഥാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു റഹിമഹുല്ല അങ്ങനെയായിരുന്നു. ഇബ്നു ജുറൈജ് റഹിമഹുല്ല പറയാണ് കേട്ടോ, ഈ അതാ ഇബ്നു അബി റബാഹ് ഭയങ്കര പണ്ഡിതനായിരുന്നു മാത്രമല്ല. എന്തിനാ ഈ അറിവൊക്കെ? പണ്ഡിതനാന്ന് അറിയാൻ വേണ്ടിയാ ആണോ? കർമ്മങ്ങൾ ചെയ്യാനാ. ഇബ്നു ജുറൈജ് പറയാണ്, അതാ ഇബ്നു അബി റബാഹ് വയസ്സായി, ശരീരം ദുർബലമായി അദ്ദേഹം എന്നിട്ടും രാത്രി നിന്ന് നിസ്കരിക്കും. എത്ര ആയത്തോതും? ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ലബ്തർ. അല്ലാഹു അക്ബർ അല്ല, അൽ ബഖറയിൽ നിന്ന് 200 ആയത്തോതിയിട്ട് അദ്ദേഹം നിന്ന് നിസ്കരിക്കും. അദ്ദേഹം നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നതായിട്ടോ അദ്ദേഹം ഓതുന്ന ഖിറാഅത്ത് തെറ്റുന്നതായിട്ടോ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരിക്കൽ ഇബ്നു ജുറൈജിനോട് ഒരാൾ പറഞ്ഞ്, നിങ്ങളത്ര നിസ്കരിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, നിങ്ങൾ ഭയങ്കര നിസ്കാരക്കാരനാണ് കേട്ടോ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നമ്മളൊക്കെ അല്ലേ ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ പുകയറ്റിയാൽ ഭയങ്കര ഇതല്ലേ അല്ലേ, കോളറിങ്ങനെ പൊക്കും. ആ ഞാൻ അങ്ങനെയൊക്കെയാണ്, ഞാൻ ഭയങ്കര സൂപ്പറാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ്, നിങ്ങൾ അതാ ഇബ്നു അബി റബാഹിനെ കണ്ടിനെങ്കിൽ ഞാൻ വലിയ നിസ്കാരക്കാരനാണ് നിങ്ങൾ പറയില്ലായിരുന്നു. കാരണം അദ്ദേഹം അത്രയും മനോഹരമായി നിസ്കരിക്കുന്ന വ്യക്തിയായിരുന്നു. 70-ൽ പരം ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട് അത്ര അതാ ഇബ്നു അബി റബാഹ്. 70-ൽ പരം ഹജ്ജ്. പള്ളിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസവും, സദാസമയം പള്ളിയിലായിരുന്നു ഉണ്ടായിന്. അറിവുകൾ മുഴുവൻ അദ്ദേഹം അമലാക്കി മാറ്റി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എത്രയോ പണ്ഡിതന്മാർ. ആ റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തപ്പോൾ മൊബൈൽ കേട്ടോക്കാണ്. എത്രയോ പണ്ഡിതന്മാർ. നിങ്ങളൊക്കെ ഈ സൗദി അറേബ്യയിലെ മതകാര്യ വകുപ്പ് ലജ്നത്തു ദായിമ അൽ ഇസ്ലാമിയ, അതിൻ്റെ ഗ്രാൻഡ് മുഫ്തി ഷേഖ് ആലു ഷേഖ് ഹഫിളഹുല്ല, അദ്ദേഹം നമ്മളെ പോലെ ഒരാളാണ്, കാഴ്ച പരിമിതനായ ഒരാളാണ്. സൗദി അറേബ്യയിൽ അറിയപ്പെട്ട പണ്ഡിതനാണ് ഷേഖ് ഇബ്നു ബാസ് റഹിമഹുല്ല. അദ്ദേഹത്തിൻ്റെ ഇൽമത്ര അറിയങ്ങൾക്ക് നമ്മളൊന്നും അതിൻ്റെ ഒരു തുള്ളിയും കൂടി പഠിച്ചിട്ടുണ്ടാവില്ല, അത്ര അറിയപ്പെട്ട പണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹം കാഴ്ചയിൽ പരിമിതനായിരുന്നു. ധാരാളം ദീനിന് വേണ്ടി എത്ര കിതാബാണ് എഴുതിയെന്നറിയോ? ഫതാവ, അദ്ദേഹത്തിൻ്റെ ഫത്വകൾ, ഇബ്നു ബാസിൻ്റെ ഫത്വകൾ ഏത് ലൈബ്രറിയിലും വലിയൊരു ഭാഗം ഫുള്ള് മൂപ്പര ഗ്രന്ഥങ്ങളാണ്. എത്ര ദർസുകളാണ്, എത്ര പണ്ഡിതന്മാരായ സ്റ്റുഡൻസാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. നിങ്ങൾ സൗദി മതകാര്യ വകുപ്പിനെ തന്നെ നിയന്ത്രിക്കുന്ന ആളായിരുന്നു ഒരു കാലത്ത് അദ്ദേഹം. നല്ല ഈമാനുള്ള മനുഷ്യനായിരുന്നു, നല്ല പടച്ചോനെ പേടിയുള്ള ആളായിരുന്നു, നല്ല വിനയമുള്ള ആളായിരുന്നു.
ഒരിക്കൽ ഇബ്നു ബാസ് റഹിമഹുള്ളാന്റെ വീട്ടിൽ കള്ളം കയറി. ഇബ്നു ബാസ് രാത്രി 2 മണിക്ക് എണീറ്റ് നിസ്കരിക്കുക. അള്ളാഹ് ഒന്നാം ആകാശത്തിൽ ഇറങ്ങി നിൽക്കുന്ന സമയം ഇബ്നു ബാസ് റഹിമഹുള്ള നിസ്കരിക്കുക. ആ സന്ദർഭത്തിൽ കള്ളം കയറും ഒച്ചയിട്ട്. അപ്പോൾ ലേറ്റൊക്കെ ഇട്ട് എല്ലാവരും വന്ന് കള്ളനെ പിടിച്ച്. ഇബ്നു ബാസ് ചോദിച്ചു, എന്തിനാ മോഷ്ടിക്കാൻ ഇറങ്ങിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ സുഹൃത്ത് സഹോദരൻ ജയിലിലാണ്, അപ്പം അദ്ദേഹത്തിന് ബ്ലഡ് മണി കൊടുക്കാനാണ് ഇങ്ങനൊരവസ്ഥ ഉണ്ടായത്. നിങ്ങളെപ്പോലത്തെ ഒരു പണ്ഡിതൻ്റെ അടുത്താണ് വീടാണിതെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. രാത്രി ഫുള്ള് ഇദ്ദേഹത്തിന് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് കള്ളനെ കൊണ്ട് സുബയാൻ കൊടുത്തപ്പോൾ പള്ളിക്ക് പോയി. അപ്പോൾ പള്ളിയിൽ ചെന്നപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഷെയ്ഖ് ധാരാണ് കൂടെ? അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, ഇത് എന്നെ മോഷ്ടിക്കാൻ വന്ന ആളായിരുന്നു, പക്ഷെ ഞാൻ അയാളെ മോഷ്ടിച്ചു തരണം. എന്നെ മോഷ്ടിക്കാൻ വന്ന ആളെ ഞാൻ മോഷ്ടിച്ചു. ഇബ്നു ബാസ് എന്ന് കേട്ടാൽ അദ്ദേഹത്തിന് ബോധം പോയിരുന്നു. അത്രയും ബഹുമാനമായിരുന്നു. കക്കാൻ കയറിയ ഒരാളെ നന്നാക്കിയെടുത്തു. അത്രയും നല്ല മനുഷ്യനായിരുന്നു ഇബ്നു ബാസ് റഹിമഹുള്ള. അവരൊന്നും നിരാശപ്പെട്ടില്ല. ലാ തയ്അസൂ മിർ റൗഹില്ലാഹ്, അല്ലാഹു നൽകുന്ന ആശ്വാസത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നമാ യയ്അസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമൽ കാഫിറൂൻ, സത്യനിഷേധികളാണ് അള്ളാഹിനെക്കുറിച്ച് നിരാശപ്പെടുക. അവരെ പറഞ്ഞ അള്ളാഹ് ഫക്കീറാണ്, നഹ്നുൽ അഗ്നിയ, നമ്മളെ പണക്കാർ, യദുല്ലാഹി മഗ്ലൂല, അള്ളാഹിൻ്റെ കൈകളൊക്കെ മുറുക്കി പിടിച്ച അള്ളാഹ് തരൂല എന്നൊക്കെ പറഞ്ഞത് സത്യനിഷേധികളാണ്. അതുകൊണ്ട് നമ്മൾ കരുത്തുള്ളവരാണ്, കഴിവുള്ളവരാണ്, ഉൾക്കാഴ്ചയുള്ളവരാണ്, ചിന്തയുള്ളവരാണ്, ധാരാളം കഴിവിൻ്റെ ഉടമസ്ഥരാണ്. നമ്മുടെ ജയ്സൽ പരപ്പനങ്ങാടി, നിങ്ങൾക്ക് അറിയാളെ, ജലീൽ പരപ്പനങ്ങാടിൻ്റെ അനിയനാണ്. അദ്ദേഹത്തെ ഞങ്ങളെ സ്കൂളിൽ കൊണ്ടുവന്നിരുന്നു. മുക്കം ഗ്രീൻ വാലി സ്കൂളിൽ അധ്യാപകനാണ് ഞാൻ. അവിടെ സ്കൂളിൽ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം പറയണേ, അദ്ദേഹത്തെ LP സ്കൂൾ കഴിഞ്ഞിട്ട് UP സ്കൂൾക്ക് ചേർക്കാൻ വേണ്ടി സ്കൂളിൽ ചെന്നപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞത്രേ, എന്നാത്തിനാ ഈ പൊട്ടനെയൊക്കെ സ്കൂളിൽ കയറ്റുന്നത് എന്നൊക്കെ പറഞ്ഞത്രേ. ഒരു ടീച്ചറേ, ഇങ്ങനത്തെ വാക്കൊന്നും നമ്മൾ മറക്കൂലല്ലോ അല്ലേ? അദ്ദേഹം മറന്നില്ല അത്. എന്നിട്ട് അദ്ദേഹം പഠിച്ച് നന്നായി 10 നന്നായിട്ട് പാസ്സായി, +2 കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ്, PG കഴിഞ്ഞ്, B.Ed കഴിഞ്ഞ്, പിന്നെ ഒരു സ്കൂളിൽ അധ്യാപകനായി കയറി എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പഴയ സ്കൂളിലേക്ക് ചെന്ന് ടീച്ചേഴ്സിനൊക്കെ ലഡ്ഡു കൊടുത്ത് എനിക്ക് ജോലിയൊക്കെ കിട്ടി, ഞാൻ ടീച്ചറായി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സന്തോഷം പങ്കുവെച്ചപ്പോൾ അന്ന് ഇങ്ങനെ പറഞ്ഞ ടീച്ചർ പറഞ്ഞത്രേ, എനിക്കറിയായിരുന്നു അവൻ നല്ല ബ്രൈറ്റാണ്, അവൻ നല്ല കഴിവുള്ള കുട്ടിയാണ്. എനിക്ക് അന്നേ അവനെ കണ്ടപ്പോൾ തോന്നിയിരുന്നു അവൻ എവിടെയോ എത്തുന്നു. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ മറ്റുള്ളവരെന്ത് പറയുന്നു, അവരെങ്ങനെ നോക്കുന്നു, എങ്ങനെ കാണുന്നു, ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. വി ആർ നോട്ട് ദി സ്ലൈവ് ഓഫ് ഹ്യൂമൻ, വി ആർ ദി സ്ലൈവ് ഓഫ് അള്ളാഹ്. നമ്മൾ അള്ളാഹിൻ്റെ അടിമകളാണ്, മനുഷ്യന്മാരുടെ അടിമകളല്ല. എന്ത് പറഞ്ഞാലും എങ്ങനെയെല്ലാം ചെയ്താലും നമുക്ക് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിത്വമുണ്ട്, നമുക്കെന്ന് പറഞ്ഞിട്ടൊരു ശേഷിയുണ്ട്, നമുക്ക് പടച്ചോൻ തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതുപയോഗപ്പെടുത്തി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹിൻ്റെ ദീന് പഠിക്കുക, പരമാവധി ഇബാദത്തുകൾ ചെയ്യുക, നമ്മളെപ്പോലുള്ള സഹപ്രവർത്തകരോട് നമ്മൾ ഈ നന്മകൾ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. അവസാനം നമ്മളൊക്കെ മരിക്കുമ്പോൾ ഈ നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, അയാൾ മാഷാ അല്ലാഹ് ഒരുപാട് നന്മകൾ ചെയ്ത ആളായിരുന്നു എന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റിയ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ അടയാളപ്പെടുത്തണം. നബിൻ്റെ കാലത്തൊരു സ്വഹാബി ഉണ്ടായിരുന്നു, സഅദ് ബിൻ മുആദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് 30-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹം മരിച്ചത് 37-ാമത്തെ വയസ്സിലാണ്. ആകെ 7 വയസ്സാണ് അദ്ദേഹത്തിന് ഇസ്ലാമിൽ പ്രായം. നമ്മൾക്ക് എത്ര കൊല്ലമായി അല്ലേ? 7 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. പക്ഷേ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന് എന്നിട്ട് അദ്ദേഹം നേരെ ചെയ്തെന്താ അറിയോ? മൂപ്പരെ വീട്ടുകാരെ, നാട്ടുകാരെ, ഗോത്രത്തിനെ മുഴുവൻ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇൽമു പഠിച്ച് നബിയുടെ കൂടെ ഉഹദിലും ബദറിലും ഉഹദിലും ഒക്കെ പങ്കെടുത്ത് അവസാനം അദ്ദേഹം ഷഹീദായപ്പോൾ അള്ളാൻ്റെ അർശ് കുലുങ്ങി. ആകാശത്തുനിന്ന് 70,000 മലക്കുകൾ കൂട്ടമായി ഇറങ്ങി അദ്ദേഹത്തിൻ്റെ മയ്യത്ത് വഹിക്കാൻ. ആയിഷ ബീവി പറഞ്ഞു, സഅദ് ഇബ്നു മുആദിൻ്റെ മരണം ഭയങ്കര നഷ്ടാട്ടോ. ആകെ 7 വയസ്സാണ് അദ്ദേഹം ഇസ്ലാമിലുണ്ടായത്. പക്ഷെ ചരിത്രം രേഖപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ ലൈഫ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടിയില്ല എന്നല്ല, നമ്മളെന്താ ചിന്തിക്കണ്ടേ? നമുക്കെന്ത് കിട്ടി എന്നാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മനസ്സിലായല്ലേ? ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് ചായയേ ഉള്ളൂ, അല്ലെങ്കിൽ ഗ്ലാസ് പകുതി ഒഴിഞ്ഞതാണ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഗ്ലാസ്സിൽ പകുതി നിറഞ്ഞു കിടക്കുന്നു എന്ന് പറയലാണ് ഏറ്റവും നല്ലത്. അങ്ങനെ പോസിറ്റീവായി ചിന്തിക്കാനും പടച്ചറബ് നമുക്ക് തന്ന നിഅമത്തുകൾ കണ്ടറിയാനും അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് നല്ലവരായി ജീവിക്കാനും നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും മുഴുകുവാനും നമുക്കെല്ലാവർക്കും പറ്റണം. നമ്മുടെ കഴിഞ്ഞുപോയ സ്വഹാബിമാർ, പണ്ഡിതന്മാർ, അവരൊക്കെ എന്താ നേടിയത്? അവർ നേടിയത് ദീനാണ്. അവരെന്താ കൊണ്ടുപോയത്? കർമ്മങ്ങളാണ്. അവരെന്താ ബാക്കി വെച്ചത്? അറിവാണ്. അവരുടെ ജീവിതം കൊണ്ട് അവർക്ക് കിട്ടിയത് എന്താണ്? സ്വർഗമാണ്. അതുകൊണ്ട് നമുക്കും കിട്ടേണ്ടത് സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് മുൻ നടന്നുപോയ നമ്മുടെ പണ്ഡിതന്മാരുടെ, സ്വഹാബത്തിൻ്റെ, താബിഈങ്ങളുടെ ഒക്കെ ചരിത്രം പഠിച്ച് മനസ്സിലാക്കി അതിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മനോഹരമായി ജീവിക്കാൻ, നല്ല സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം ജീവിക്കാൻ, നല്ല നിലക്ക് സംസാരിക്കാൻ, എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറാൻ, വിഷമകരമായ ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനും സഹിക്കാനും പടച്ചറബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും സ്വർഗം ചോദിക്കാനും നമ്മുടെ മക്കളെ ദീനിൻ്റെ വഴിയിൽ ചിട്ടയുള്ളവരാക്കി വളർത്തിക്കൊണ്ടുവരാനും ഒക്കെ നമ്മൾ പരമാവധി പരിശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ളൊരു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവനിഷ്ടപ്പെട്ട ദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ സംഭവിച്ച എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മുസ്ലിമാണ് എന്ന ഇസ്സത്തോടെ, അഭിമാനബോധത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും നമ്മുടെ ഈമാൻ ഏറ്റി നൽകുമാറാവട്ടെ. ഏറ്റവും നല്ലവരായിരിക്കെ, പടച്ചറബിന് ഇഷ്ടപ്പെട്ടവരായിരിക്കെ, സ്വർഗക്കാരനായിരിക്കെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.